ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു AZB അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ SSC CGL വേണ്ടിയിട്ടുള്ള ആ ഒരു സീരീസിന്റെ അടുത്തൊരു സെഷൻ ആണ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ വെർബൽ റീസണിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പം നോൺ വെർബൽ റീസണിങ്ങിൽ നമുക്ക് കഴിഞ്ഞ 2024 വരെയുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നോൺ വെർബൽ റീസണിങ് എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും. നമുക്ക് ഈ ഫിഗർ ബേസ്ഡ് ചെയ്ത് വരുന്ന റീസണിങ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതാണ് ഈ നോൺ വെർബൽ എന്ന് പറയുന്നത്. റീസണിങ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. അതായത് വെർബൽ റീസണിങ്ങും ഉണ്ട്, നോൺ വെർബൽ റീസണിങ്ങും ഉണ്ട്. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റുവൽ ബേസിൽ വരുന്ന എന്താണ് ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, റാങ്കിങ്, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ചാപ്റ്ററുകളാണ് വെർബൽ റീസണിങ്ങും. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിഗർ ബേസ്ഡ് ചെയ്ത് വരുന്നത്. അതായത് മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, എംബഡഡ് ഫിഗേഴ്സ്, ഫിഗർ സീരീസ്, കംപ്ലീഷൻ, അങ്ങനെ വരുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഈ നോൺ വെർബൽ റീസണിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം എങ്ങനെ നോക്കിയാലും നമുക്കൊരു 5 to 6 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ നോൺ വെർബൽ റീസണിങ്ങിൽ കഴിഞ്ഞ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട രീതിക്കുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഇവിടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഐഡന്റിഫൈ ദ figure given in the options that when put in place of question mark will logically complete the series. അതായത് ഒരു ഫിഗർ സീരീസ് ആണ്. ആ സീരീസ് മൂന്നല്ല 4 ഫിഗർ എന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ സീരീസ് പോകുന്നതിനനുസരിച്ച് നോക്കിയിട്ട് അടുത്തത് എന്തായിരിക്കും വരുന്നത് എന്നുള്ളതാണ് അവിടെ ചോദ്യം വരുന്നത്. ചെയ്തോളൂ. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് ആ ഒരു ഫിഗേഴ്സ് വരുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് ആ ഫിഗേഴ്സ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുക. ക്വസ്റ്റ്യൻ ഫിഗർ ആദ്യത്തെ ഫിഗറില് മേലെ ട്രയാങ്കിൾ, താഴെ എല്ല്, പിന്നെ ഡി ഇങ്ങനെ കമത്തി വെച്ച ഒരു ഹെമിസ്ഫിയർ പോലെ, പിന്നെ ഒരു എഫ്, ഒരു 3. അടുത്ത ഫിഗർ വരുമ്പോ ഈ 3 ആണ് എവിടെ വന്നത്, ഏറ്റവും ഫസ്റ്റ് വന്നത് കണ്ടോ. പിന്നെ ട്രയാങ്കിൾ വരുന്നുണ്ട്, എല്ല് വരുന്നുണ്ട്, ആ ഡീനെ ഇൻവേർട്ടഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡി പോലെ വരുന്നുണ്ട്, പിന്നെ എഫ് വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇനി അപ്പൊ ഈ 2 ഫിഗർ മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ട്രയാങ്കിള്, ലാസ്റ്റ് 3 ആണ്. നെക്സ്റ്റ് ഫിഗർ ആയപ്പോ 3 ഇവിടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മേളിൽ വന്നു, ബാക്കിയെല്ലാം താഴേക്ക് മൂവ് ചെയ്യാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ഫിഗറിൽ നോക്കിക്കേ. 3യും ട്രയാങ്കിളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു കണ്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു മൂന്നാമത്തെ ഫിഗറിൽ. എന്നിട്ട് എന്ത് ചെയ്തു? ഡി, അവിടെ എല്ലില്ല, എല്ലും ഡിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു കണ്ടോ. എല്ലും ഡിയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. അതുകൂടാതെ ഇവിടെ എഫ് ഇല്ല, എഫിന് പകരം ഇവിടെ യു ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, എഫിന് പകരം എന്ത് വന്നു? യു വന്നു. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എങ്കിൽ നാലാമത്തെ ഫിഗർ, ഇത് ഫസ്റ്റ് ഫിഗർ ഇങ്ങനെയാണ്, സെക്കൻഡ് ഫിഗർ ഇങ്ങനെയാണ്, മൂന്നാമത്തെ ഫിഗർ ഇങ്ങനെയാണ്. നാലാമത്തെ ഫിഗർ എന്ന് പറയുമ്പോൾ ഈ യു ആണ് ഏറ്റവും ആദ്യം വന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണോ സംഭവിച്ചത് അതുപോലെ നമുക്ക് യു ആദ്യം വന്നു, ഈ ട്രയാങ്കിൾ താഴോട്ട് വന്നു, 3 അതിന് താഴോട്ട് വന്നു, ഈ ഡി എന്ന് പറഞ്ഞാൽ അതിന് താഴോട്ട് വന്നു, എൽ എന്ന് പറഞ്ഞാൽ അതിന് താഴോട്ട് വന്നു. അപ്പൊ അടുത്ത അഞ്ചാമത്തെ ഫിഗർ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഫസ്റ്റ് ഫിഗർ പോലെ ആയല്ലേ, നാലാമത്തെ ഫിഗർ ഫസ്റ്റ് ഫിഗർ പോലെ ആയിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഫിഗർ പോലെയാണോ? യു അല്ല, സെക്കൻഡ് ഫിഗർ പോലെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഫിഗർ നമുക്ക് ഓൾമോസ്റ്റ് ഉള്ളത് പോലെ തന്നെയാണ്. സെക്കൻഡ് ഫിഗർ പോലെ ആയിട്ടുണ്ട് അല്ലെ. അതായത് ഇത് ഫസ്റ്റ് ഫിഗർ ആയി, ഇവിടുത്തെ ഫസ്റ്റ് ഫിഗർ ആയി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവിടുത്തെ സെക്കൻഡ് ഫിഗർ ആയി. അതായത് യുവിനെ മേളിൽ കൊണ്ടുവന്ന് ബാക്കിയെല്ലാം താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂന്നാമത്തെ ഈ ഒരു ഫിഗർ എങ്ങനെയാ വന്നത് നോക്കിക്കേ. ഈ ഒരു ഫിഗർ ആദ്യം ഇവര് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? ഇവര് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. ഈ എല്ലിന് പകരം പുതിയൊരു ലെറ്റർ അവിടെ വന്നു. അപ്പൊ നോക്കാം, നമുക്ക് ഒരു ട്രയാങ്കിൾ ഇവിടെ വന്നു, ഒരു യു ഇവിടെ വന്നു. ഇനി
ഈ ഡി ഇങ്ങനെ വന്നു, 3 ഇങ്ങനെ വന്നു. ഇനി എല്ലിന് പകരം അപ്പൊ ഇത് വരുന്ന ഓപ്ഷൻസ് നോക്കുക. ട്രയാങ്കിൾ യു സ്ക്വയർ ആണല്ലോ, അപ്പൊ ഇത് വരില്ല. അടുത്ത ട്രയാങ്കിൾ, ഇത് എന്തായാലും എല്ലും യു എന്തായാലും വരില്ല. ട്രയാങ്കിൾ യു D3 കണ്ടോ, ഒരു സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ, അതായത് ഈ മൂന്നാമത്തെ ഫിഗർ അനുസരിച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഓപ്ഷൻ ഡി നോക്കുമ്പോൾ ട്രയാങ്കിളും 3യും ആണ്, അത് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. അപ്പൊ അതെന്തായാലും വരില്ല. അപ്പൊ ഇവിടെ ഏത് വന്നു? ഓപ്ഷൻ സി വന്നു. നോക്കുക, ഭയങ്കര കീനായിട്ട് വേണം നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ. കാരണം നമുക്ക് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഇക്കാര്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ഫിഗർ വെച്ച് നമ്മൾ അടുത്ത 2 ഫിഗർ കമ്പയർ ചെയ്തു. അടുത്തൊരു ഫിഗർ, അതായത് ആദ്യത്തെ 2 ഫിഗർ 1, 2, 3 എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്. ഒരു സീരീസ് പോലെ വന്നു. 4ാമത്തെ ഫിഗർ വന്നപ്പോഴേക്കും എന്ത് ചെയ്തു? 4ാമത്തെ ഫിഗർ വന്നപ്പോഴത്തേക്കും ആ 3, 4 ഫസ്റ്റ് 1ഉം 2ഉം എങ്ങനെ വന്നു അതുപോലെ വന്നു. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ആ 3 നമ്പർ ഇട്ടേക്കുന്ന ആ ഫിഗറിന്റെ അതേ കൂട്ട് നമുക്ക് വരണം. ഓക്കെ, ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? മിറർ ഇമേജ് ആണല്ലേ. സെലക്ട് ദി കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ when the mirror is placed at mn മിറർ വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നോക്കുക. കണ്ടോ, mn എന്ന് പറയുന്ന മിറർ. ഓക്കെ, ഇത് mn എന്ന് പറഞ്ഞ മിറർ. അതിനിപ്പുറത്താണ് നമ്മൾ ഈ ഒരു വസ്തു വച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് മിറർ ഇമേജ് എങ്ങനെ വരും എന്ന് നോക്കിക്കേ. കറക്റ്റ് മിറർ ഇമേജ് എങ്ങനെ വരുമായിരിക്കും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എങ്ങനെ വന്നു നോക്കിക്കേ. ഒരു മിറർ ഇമേജ് ആണ്. അപ്പൊ അതിന്റെ ഇമേജ് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും ആദ്യം ഏതായിരിക്കും വരുന്നത്? ഈ അടുത്ത് കിടക്കുന്നതായിരിക്കും ഇവിടെ വരിക. അതായത് ഇവിടുന്ന് നമുക്ക് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാവും. ആ ഒരു രീതിക്കാണ്. അതായത് സി ആയിരിക്കും ഏറ്റവും അവസാനം വരും അവിടെ. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നതെന്ന് നോക്കുക. 2 ഏത് രീതിയിലായിരിക്കും നമുക്ക് ഇപ്പുറത്ത് വരുന്നത്? ഏത് രീതിയിലായിരിക്കും? എന്തായാലും ഇൻവേർഡ് ആയിട്ട് വരില്ല. തലകുത്തനെ എന്തായാലും വരില്ല. പിന്നെ നമുക്ക് ഓപ്ഷനകത്തുള്ളത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ സി എന്ന് പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ സി വരില്ല. ഞാൻ പറഞ്ഞു 2 എന്ന് പറയുന്നത് ഇൻവേർഡ് ആയിട്ട് വരില്ല, അപ്പൊ അത് വരില്ല. ഡി എന്ന് പറഞ്ഞ അവിടെ സി എന്തായാലും ആദ്യം വരില്ല, അത് തെറ്റാണ്. പിന്നെ ഓപ്ഷൻ എ മാത്രമാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 2 മിറർ ഇമേജ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. തലകുത്തനെ അല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു രീതിക്കായിരിക്കും വരിക. എൻ എന്ന് പറയുന്നതോ ഇങ്ങനെയായിരിക്കും എൻ വരുന്നത്. 6 എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, വി നമുക്ക് സെയിം പോലെ തന്നെ വരും. 9 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക, 9. പിന്നെ സി നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് കറക്റ്റ് നമുക്ക് എന്താണ്, ഇവിടെ 2 എന്നും എൻ എന്നും 6 എന്നും ഇങ്ങനെ വരില്ല. അതിന് ജസ്റ്റ് എന്താ പറയാ, നമ്മളതിന് ഇൻവേർട്ട് ചെയ്തിട്ടല്ലല്ലോ വരുന്നത്. ജസ്റ്റ് അതിന്റെ എന്തോ ഒരു പേര് പറയാലോ. അതായത് ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്ന രീതിക്ക് തിരിച്ച്, ഓക്കെ, മറിഞ്ഞ് ഉള്ള രീതിക്കാണ് നമുക്ക് മിറർ ഇമേജ് വരുമ്പോൾ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വരികയാണെങ്കിൽ ഓപ്ഷൻ എ ആണ്. അതിനൊരു പേര് പറയട്ടെ, ഞാനിപ്പോ എനിക്കത് ഓർമ്മ വരുന്നില്ല. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം.
ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? കൗണ്ടിങ് ആണ് അല്ലെ? കൗണ്ടിങ് ഫിഗേഴ്സ് ആണ്. കൗണ്ടിങ് ഫിഗേഴ്സ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിക്കും. കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഗിവൺ ഫിഗർ? തന്നിരിക്കുന്ന ഫിഗറിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര ട്രയാങ്കിളുകൾ ഉണ്ട്? വേറെ ഒരു ഷേപ്സോ ഒന്നും നോക്കണ്ട, ട്രയാങ്കിൾസ് എത്രയുണ്ട് എന്നുള്ളത് നോക്കുക. ട്രയാങ്കിൾസ് എത്ര എണ്ണമാണ് ഉള്ളത്? ട്രയാങ്കിൾസ് നോക്കിക്കേ, എത്ര ട്രയാങ്കിൾ ആണ് ഉള്ളത്? ആദ്യത്തെ ഈ ഒരു കുഞ്ഞു സ്ക്വയർ നോക്കാം. ഇതൊന്ന്, ഇത് 2, ഇതൊന്ന് 3, ഇതൊന്ന് 4. അങ്ങനെ കുഞ്ഞു ട്രയാങ്കിൾ. നടുക്ക് എന്തായാലും വരില്ല, അതൊരു സ്ക്വയർ പോലെയാ വരുന്നത്. ഇനി അടുത്തൊരു സ്ക്വയർ വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ഒരെണ്ണം വരും അല്ലെ? 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8. ഇനി ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു വലിയ ട്രയാങ്കിളും കൂടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ അത് 9 എടുക്കാലോ, നമുക്ക് 9 ആയിട്ട് എടുക്കാം. ഒരു വലിയ ട്രയാങ്കിൾ നമുക്ക് 9 ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ വരുമ്പോ 10, 11, 12, 13, 14. കണ്ടോ? വേറെ ഒരിടത്തും നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് വരുന്നില്ലല്ലോ. ഒരു ഡയഗണൽ പോലെയൊക്കെ വരികയാണെങ്കിൽ നമുക്കത് ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം. ബാക്കി ഒന്നും നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വരത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്രയാണ്? 14 ട്രയാങ്കിൾസ്. വളരെ അതായത് നമ്മൾ ഇങ്ങനെ എണ്ണുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ അത് എണ്ണി എടുക്കണം കേട്ടോ. നമുക്ക് കുഞ്ഞു ട്രയാങ്കിൾ വരാം, ആ 2 കുഞ്ഞു ട്രയാങ്കിൾ ചേർന്നിട്ട് ചിലപ്പോൾ നമുക്ക് വലിയ ട്രയാങ്കിൾ വരാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പൊ നമുക്ക് ഇവിടെ 14 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് ഞാൻ ഒന്ന് വിട്ടേക്കാം. ഓക്കെ, ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4. പിന്നെ നമുക്ക് ഒരു ഡയഗണൽ പോലെ വരാൻ ഈ ഒരു പ്ലേസ് മാത്രമാണുള്ളത്. ഇത് 5, ഇത് 2 കുഞ്ഞു ട്രയാങ്കിൾ. ഓക്കെ, 6, പിന്നെ ഇതൊന്ന് 7, ഇതൊന്ന് 8, ഇതൊന്ന് 9, പത്ത്, 11. പിന്നെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ മിക്കവരും അത് എണ്ണിയപ്പോ സമയത്ത് 13 ട്രയാങ്കിൾ നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ ട്രയാങ്കിൾ വരുന്നുണ്ട്. ഈ 2 കുഞ്ഞു ട്രയാങ്കിൾ ഇല്ലേ? ഈ 2 കുഞ്ഞു ട്രയാങ്കിൾ മേക്ക് ചെയ്ത ഒരു വലിയ ട്രയാങ്കിൾ അവിടെ വരുന്നില്ലേ? അപ്പോ അത് നമുക്ക് വരുന്നുണ്ട്. അപ്പോ 12, 13, ആ ഒരു വലിയ ട്രയാങ്കിൾ നമുക്ക് എന്ത് വന്നു? 14. ഓക്കെ, അതൊന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കിയേക്കണം കേട്ടോ. അങ്ങനെ ഓപ്ഷൻ സി 14 ആണ് അവിടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം വാട്ടർ ഇമേജ് ആണ്. നമ്മൾ മിറർ ഇമേജ് എങ്ങനെയായിരുന്നു? MN എന്ന് പറയുന്നത് നമുക്കൊരു വെർട്ടിക്കൽ ആയിട്ട് വെച്ചിട്ട് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും വരിക. സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ്. ഓക്കെ, ഇവിടെ മിറർ ആണ് കേട്ടോ. സോറി. ഓക്കെ, വാട്ടർ ഇമേജ് അല്ല, മിറർ ഇമേജ് തന്നെയാണ്. മിറർ എവിടെയാണ്? അതിന് താഴെയാണ് വച്ചിട്ടുള്ളത് കേട്ടോ. സെലക്ട് ദി കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് MN as shown below. മിറർ ഇമേജ് തന്നെയാണ് ഇവിടെ. നമുക്ക് വാട്ടർ ഇമേജും ഇതേ രീതിക്കാണ് വരുന്നത്. ഓക്കെ, മിറർ ഇമേജ് ആണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. അതായത് മിറർ ഇമേജ് എങ്ങനെയായിരിക്കും വരിക? താഴ്ഭാഗത്താണ് വരുന്നത്. ആ ലെറ്റേഴ്സ് മേളിലും താഴെയാണ് ആ ഹൊറിസോണ്ടൽ മിറർ വെച്ചിട്ടുള്ളത്. അതിനെങ്ങനെയായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നേ നോക്കാം. സൈഡിലാവുമ്പോൾ നമുക്ക് ഇൻവേർട്ട് ചെയ്ത് വരില്ല, പക്ഷെ താഴ്ഭാഗത്തോട്ട് അതിന്റെ അടുത്തൊരു എന്താണ് ഒരു നിഴല് പോലെ വരുമ്പോൾ നോക്കാം. നമ്മൾ തന്നെ ഒരു നിഴല് നിൽക്കുമ്പോൾ നമ്മുടെ ഹെഡ് ഈ ഒരു ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ താഴ്ഭാഗത്ത് എങ്ങനെയായിരിക്കും? അതിന് ജസ്റ്റ് ഇൻവേർട്ട് എന്നുള്ള രീതിക്കായിരിക്കും അവിടെ. പാദം തൊട്ടായിരിക്കും നമുക്ക് താഴ്ഭാഗത്ത് എന്താണ് ആ ഒരു നമ്മുടെ ഫുൾ ആ ഒരു എന്താണ് രൂപം കംപ്ലീറ്റ് ആയിട്ട്
നമുക്ക് വരുന്നത്. ഒരു ഇൻവേർട്ടഡ് മോഡലായിരിക്കും വരിക. അതേ രീതിക്കായിരിക്കും നമുക്ക് ലെറ്റേഴ്സിന്റെ കാര്യത്തിലും വരുന്നത്. ഇതേ രീതിക്കായിരിക്കും ലെറ്റേഴ്സ് വരിക. ആദ്യം ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ വന്നു, ഇങ്ങനെയല്ലേ വരുള്ളൂ. ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കമിഴ്ന്നായിരിക്കും വരിക, ഒരു ഇൻവേർട്ടഡ് രീതിക്കായിരിക്കും വരുന്നത്. അതുപോലെ ഈ പാദം തൊട്ട് ഇവിടെ ടി ഇങ്ങനെയായിരിക്കും വരുന്നത്. അതുപോലെ ഇതിങ്ങനെ വന്നിട്ട് വൈ ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ ഒരു പോർഷൻ നമുക്ക് ഇവിടെ തന്നെ വരത്തുള്ളൂ. വൈ ഇസഡ് വരുമ്പോ എങ്ങനെയാണ്? ഇസഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇസഡ്. ഓക്കെ, എക്സ് അതുപോലെ തന്നെ നമുക്ക് വരുള്ളൂ. സി നമുക്ക് അതുപോലെ തന്നെ വരുള്ളൂ. അടുത്ത 5. ഓക്കെ, 5. 7 വരുമ്പോൾ എങ്ങനെയായിരിക്കും? 7. ഓക്കെ, അപ്പോൾ അതേ രീതിക്ക് വരുന്ന നോക്കിക്കേ. ഇവിടെ നമുക്ക് ഇത് ശരിയാണ്, പക്ഷെ ടി മാത്രം നമുക്ക് ഇൻവേർട്ട് അല്ല. അപ്പൊ ഓപ്ഷൻ എ എടുക്കാൻ പറ്റില്ല. ഓപ്ഷൻ ഡി എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ആദ്യം 6 ആണ് വരേണ്ടത്. അപ്പം ഇവിടെ 7 ആണ് വന്നിട്ടുള്ളത്, അപ്പൊ ഇത് വരില്ല. അടുത്ത് ഇത് ഒരു 6 കറക്റ്റ് ആണ്, ഈ ടി കറക്റ്റ് ആണ്, വൈ കറക്റ്റ് ആണ്, ഇസഡ് കറക്റ്റ് ആണ്, എക്സ് കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, 5 കറക്റ്റ് ആണ്, 7 കറക്റ്റ് ആണ്. ഇവിടെ വരുമ്പോ 6 ടി ഇസഡ്. ഇസഡ് തിരിച്ചാ നമുക്ക് റിയൽ ഇസഡ് പോലെയാണ് വന്നിട്ടുള്ളത്. വൈ, എക്സ്, സി, 5, 7. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദി കറക്റ്റ് മിറർ ഇമേജ് ആണ് ഓഫ് ദ ഗിവൺ കോമ്പിനേഷൻ. എം എൻ വെച്ചിരിക്കുന്ന ഒരു വേർട്ടിക്കൽ ലൈൻ ആയിട്ടാണ് എം എൻ വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തെ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്തോളൂ. എന്തായിരിക്കും അവിടുത്തെ ആ ഒരു മിറർ ഇമേജ് വരിക? എന്തായിരിക്കും വരുന്നത്? എച്ച് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. എങ്ങനെയായിരിക്കും വരുന്നത് നോക്കിക്കേ. ഇവിടെ വരുമ്പോ നമുക്ക് ഏറ്റവും ആദ്യം കിടക്കുന്നത് 6 അല്ലേ? ഇതാ ഈ ഒരു പോർഷൻ, ഇതാണ് ഇപ്പുറ സൈഡ് വരത്തുള്ളൂ. അപ്പൊ 6 എങ്ങനെയായിരിക്കും വരിക? എന്തായാലും ഇൻവേർട്ട് ചെയ്ത് വരില്ല, തലകുത്തനെ വരില്ല. അങ്ങനെയാണെങ്കിൽ വര ഇവിടെ വരും അല്ലെ? ഈ വര ഇപ്പുറ സൈഡ് വരും, ഇത് ഇങ്ങനെ വരും. 6 ഇങ്ങനെയാ വരുന്നത്. അതിനെ തിരിച്ചു വെച്ചേക്കുവാണ്. 6നെ തിരിച്ചു വെച്ചേക്കുവാണ്. ഇനി ഈ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്? അതിനെ തിരിച്ചു വെച്ചേക്കുവാണ് അല്ലെ? ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോ ഇങ്ങോട്ടായിരിക്കും ഫേസ് ചെയ്തിരിക്കുക. അപ്പൊ ഈ ഇങ്ങനെ വരും, ഈ ഇങ്ങനെ വരും. ഡി ആണെങ്കിലോ ഡി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇവിടെ വരുമ്പോ ഇത് ഇങ്ങനെയാവും അല്ലെ? ഡി. ഓക്കെ, 7 വരുമ്പോ ഇങ്ങനെയായിരിക്കും 7 വരുന്നത്. എല്ല് വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, 4 വരുന്ന സമയത്ത് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. എച്ച് വരുന്ന സമയത്ത് അതിന് വേറെ മാറ്റമൊന്നുമില്ല, സെയിം പോലെ തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു രീതിക്കാണ് ആൻസർ വരിക. അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ നോക്കിക്കേ. ഓക്കെ, ഇത് 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 ഇത്. അപ്പൊ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണെങ്കിൽ ഇൻവേർട്ട് ആണ് 6 കാണിക്കുന്നത്, അപ്പൊ അത് വരില്ല. ഓപ്ഷൻ സി ആണെങ്കിൽ ആദ്യം ഡി ആണ് കാണിക്കുന്നത്, അപ്പൊ അത് വരില്ല.
ഓപ്ഷൻ ഡി ആണെങ്കിൽ REB7 ഇൻവേർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അപ്പൊ അത് വരില്ല, ഓപ്ഷൻ ഡി വരില്ല. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. നമ്മൾ പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഓപ്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന എന്താണ് ഓപ്ഷൻസ് മാത്രമേ നമുക്ക് അതിനകത്തുള്ളൂ. അതൊന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്ത സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ ഇൻ വിച്ച് ദ ഗിവൺ ഫിഗർ ഈസ് എംബഡഡ്. ഇത് എംബഡഡ് ഫിഗറിനകത്ത് വരുന്ന ചോദ്യമാണ്. എംബഡഡ് ഫിഗർ. എംബഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചിത്രം. ആ ഒളിഞ്ഞിരിക്കുന്ന ചിത്രത്തെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ചിത്രം ഏത് ഫിഗറിനകത്താണ് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഒളിച്ചു വെച്ചിരിക്കുന്നത് അറിയാം നമുക്ക്, ഇൻബിൽറ്റ് ആയിട്ട് വെച്ചേക്കുന്നത് എന്ന് നോക്കുക. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വളരെ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ്. ഫിഗർ സീരീസ് ആയിരുന്നാലും ഈ എംബഡ് ഫിഗേഴ്സ് ആയിരുന്നാലും മിറർ ഇമേജ് ഒക്കെ വളരെ രസകരമായിട്ട് പഠിക്കാവുന്നതും അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററുമാണ്. ഒരിക്കലും നമ്മളിതിന് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ എന്താണ് സ്കോർ ചെയ്യരുത്. അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ചങ്ങ് ഡ്രോപ്പ് ചെയ്യുക. അത് പിന്നെ നമ്മളൊരു ഗസ് വർക്ക് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അതിലേക്ക് എന്താണ് തെറ്റാറുള്ള ഒരു ഉത്തരം നിങ്ങൾ കൊടുക്കരുത്. കാരണം നമുക്ക് നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉള്ളതും അതുകൂടാതെ എന്താണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് നോൺ വെർബൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫിഗർ തന്നിരിക്കുന്ന ഗിവൺ ഫിഗർ നോക്കുക. ഈ ഓപ്ഷനകത്തുനിന്ന് എവിടെ നിന്ന് കിട്ടും എന്ന് നോക്കുക. എവിടെ നിന്ന് കിട്ടും? എളുപ്പമാണ്. നമുക്ക് SSC CAGL-നായാലും CHS-നായാലും നമുക്ക് ഈ പറയുന്ന SSC എന്താണ് എക്സാം, റിയൽ എക്സാം വരുമ്പോഴത്തേക്കും നോൺ വെർബൽ റീസണിംഗ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുള്ളൂ. ഇതൊക്കെ 2024 2023 നടന്നിട്ടുള്ള CGL ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതോ ഷിഫ്റ്റുകളിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. വളരെ ഈസി ആയിട്ട് തന്നെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ എംബഡ് ഫിഗർ എന്നൊക്കെ പറയുന്നത്. നോക്കിക്കേ, ഇവിടെ വരേണ്ടത് ഒരു സർക്കിൾ ഉണ്ട്, അതിനിതാ ഇങ്ങനെ വെച്ചു, ഇതാ ഇവിടെ വെച്ചു ഒരു ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ വരുന്ന ഓപ്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഓപ്ഷൻ എയിൽ നോക്കുക. അതാ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെതാ ഇങ്ങനെ ടൈ ചെയ്തു, ഇതാ ഇങ്ങനെ വന്നു, ഒരു ട്രയാങ്കിൾ ഇവിടെ വന്നു. അതിപ്പോ നമ്മൾ ഗിവൺ ഫിഗറിനകത്തുള്ള അതേപോലെ നമുക്ക് ഓപ്ഷൻ എ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ അങ്ങനെ ഒരു സർക്കിൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പൊ അത് നമുക്ക് തെറ്റ്. അടുത്ത ഓപ്ഷൻ സിയിൽ ഒരു സർക്കിൾ ഉണ്ടെങ്കിലും അതിനെ പിന്നെ നമ്മൾ ഇങ്ങനെ വരച്ച് അങ്ങനെ സംഭവങ്ങളൊന്നും വരുന്നില്ലല്ലോ, അപ്പൊ അതും വരില്ല. ഇവിടെ നമുക്ക് 2 സർക്കിൾ ഉണ്ട്, പക്ഷെ 2 സർക്കിൾ എടുത്താലും നമുക്ക് ഈ തന്നിരിക്കുന്ന സർക്കിൾ പോലെ നമുക്ക് വരില്ല. ഈ തന്നിരിക്കുന്ന ഫിഗർ പോലെ നമുക്ക് ഓപ്ഷൻ ഡിയും ഡിക്കകത്തും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഓപ്ഷൻ എയിൽ നിന്നാണ് നമുക്ക് അതേ ഫിഗർ എടുക്കാൻ സാധിക്കുക. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ ആണേ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാമല്ലോ. അടുത്ത ചോദ്യം, ഇത് മിറർ ഇമേജ് തന്നെയാണ്. ഒരു മിറർ വെച്ചിട്ടുണ്ട്, A B എന്ന് പറഞ്ഞ ഒരു മിറർ വെച്ചിട്ടുണ്ട്. അവിടെ ഫിഗർ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇത്രയും നേരം തന്നത് ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ആയിരുന്നു. ഇതിപ്പോ ഒരു ഫിഗർ ആണ്. ഇതിന് എങ്ങനെയാണ് ഇതിനെ ആ കണ്ണാടിയിൽ ആ ഒരു പ്രതിബിംബം പോലെ കാണാൻ പറ്റുന്നത്? പ്രതിബിംബം എങ്ങനെ കാണാൻ സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ ഒരു മിറർ ഇമേജ് വെക്കുവാണ്. നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മള് മിററിനെ ഫേസ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. നമ്മളെ മിററിന് ഇങ്ങനെ ഈ ഒരു രീതിക്ക് നിൽക്കുകയാണ്. ഈ സൈഡിൽ ഒരു മിറർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗമാണ് മിററിൽ ആദ്യം കാണുന്നത്, അതായത് ചേർന്ന് അല്ലെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വരുള്ളൂ. അതേ രീതിക്ക് ഇവിടെ നോക്കിയാൽ മതി. മിററിന് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സൈഡ് ഉണ്ട്. ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സൈഡ് ഉണ്ട്. ഈ സൈഡ് ആയിരിക്കും നമുക്ക് ഇവിടെ വരിക. അതായത് ആ ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് ആദ്യം വരുന്നത്. ആ ട്രയാങ്കിൾ അതുപോലെ തന്നെ വരും. അത് തലകുത്തനെ ആയിട്ടോ അതായത് ഇൻവേർട്ട് ആയിട്ടോ ഒന്നും നമുക്ക് വരില്ല. ട്രയാങ്കിൾ അതുപോലെ തന്നെ വരും. ട്രയാങ്കിളിന്റെ അതായത് കമത്തി വെച്ചാലും എങ്ങനെ വെച്ചാലും അതിന് നമ്മൾ കമത്തി വെക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകും. അതായത് ആ ഒരു ഈ ഒരു വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ താഴെ ആയിപ്പോവും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിന് ഏത് സൈഡിൽ ചെയ്ത് ആ ഒരു ഒറ്റ പൊസിഷനിൽ വെച്ച് നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ട്രയാങ്കിൾ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ സി മാത്രം. കണ്ടോ, ഇവിടെ എന്തായാലും സർക്കിൾ വരില്ല. ഇവിടെ നമുക്ക് ഈ പറയുന്ന എന്താണ് ഈ ഒരു സ്ക്വയർ നമുക്ക് വരില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി വരുള്ളൂ. ട്രയാങ്കിൾ എന്തായാലും ഇൻവേർട്ട് ആയിട്ടും വരില്ല. അപ്പൊ ഓപ്ഷൻ സി വരുള്ളൂ. ട്രയാങ്കിൾ ഇവിടെ വന്നു, ഇതാ ഓവൽ ഷേപ്പ് ഇവിടെ വരും, സർക്കിൾ അതുപോലെ വരും, ഈ ഒരു ഷേപ്പ് അതുപോലെ വരും അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ്. അപ്പൊ വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഒരു മാർക്ക് സ്കോർ ചെയ്യാം. ജസ്റ്റ് നോക്കി കണ്ടു നമ്മൾ കുത്തി. ഓക്കെ, അടുത്ത ചോദ്യം.
ആ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നതാണ്. എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. ആൻസർ കണ്ടുപിടിക്കുക. എത്ര ട്രയാങ്കിളുകൾ ഉണ്ട്, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ഈ ഒരു ചോദ്യമൊക്കെ നമുക്ക് എപ്പോഴൊക്കെയോ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എപ്പോഴൊക്കെയോ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. ജസ്റ്റ് കൗണ്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ഒറ്റ പണി മാത്രമേ നമുക്കുള്ളൂ അതില്. നോക്കുമ്പോ നമുക്ക് 3 ട്രയാങ്കിൾ അല്ലേ? 3 ട്രയാങ്കിൾ ആണ്. ഓപ്ഷനകത്ത് 3 ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്യും. 3 ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ ആ എക്സാമിന്റെ തിടുക്കത്തിൽ ഇരിക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് 3ലേക്ക് എടുത്തങ്ങ് പെട്ടെന്ന് കുത്തുക ചെയ്യുന്നത്. ഒന്നും കൂടെ നോക്കണം. ഇവിടെ 3 ഇല്ലാത്തത് കൊണ്ട്, ഓപ്ഷനകത്ത് 3 ഇല്ലാത്തത് കൊണ്ട് ഒന്നും കൂടെ നമ്മൾ റീതിങ്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പറഞ്ഞോളൂ. ഓരോ ട്രയാങ്കിളായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കുഞ്ഞു 3 ട്രയാങ്കിൾ ഉണ്ടോ? 1, ഇത് 2, ഇത് 3 അല്ലെ? 3 കുഞ്ഞു ട്രയാങ്കിൾ വന്നു. ഇനി ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഇതൊരു ട്രയാങ്കിൾ. അപ്പോ 4 ട്രയാങ്കിൾ. അതുപോലെ ഇപ്പുറത്തും വരും 5. കണ്ടോ? ഇതൊരെണ്ണം, 2 ട്രയാങ്കിൾ ചേർക്കുമ്പോ 5. പിന്നെ ഇനി ഒരെണ്ണം കൂടെ വരും, ഈ വലിയ ട്രയാങ്കിൾ അല്ലേ? ഈ ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ, അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ. ഇതും കൂടെ ആകുമ്പോഴത്തേക്കും 6. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇതിനകത്ത് 6 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി 6 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. ഇത് മാത്രമല്ല, ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഈ ട്രയാങ്കിളിലെ 2 ഭാഗമായിട്ട്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട് കേട്ടോ. ഈ 2 ഇങ്ങനെ ഇതാണ്ട് ഇവിടെ ഒരു എന്താണ് ഇങ്ങനെയും കൂടെ ഒരു ലൈൻ വരച്ചിട്ട് ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് വരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. മെത്തേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സസിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ക്ലാസ്സിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് പോകുന്നതായിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി 6 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ്? ഒരു സീരീസ് തന്നെയാണ് അല്ലെ? ഒരു ഫിഗർ സീരീസ് തന്നെയാണ്. നോക്കുക, ഇത് നമുക്ക് 2024 ചോദിച്ച ഒരു ചോദ്യമാണ്. CHSL ചോദിച്ച ഒരു ചോദ്യമാണ്. 24 ഒരു ഷിഫ്റ്റില് CHSL ചോദിച്ച ഒരു ചോദ്യമാണ്. ചെയ്തോളൂ. ഇവിടെ നമുക്ക് എന്താ വരിക നോക്കിക്കേ. ആദ്യത്തെ ഫിഗറില്
BLT ഇവിടെ O ഇവിടെ 4. രണ്ടാമത്തെ ഫിഗറിൽ ഈ 4 മേളിലോട്ട് പോയി ഇല്ലേ? 4 മേളിലോട്ട് പോയിട്ട് ബിനെ ഷിഫ്റ്റ് ചെയ്തു. ബി അടുത്തായി, എൽ അടുത്തായി, ഈ ടി മേളിലോട്ട് പോയി. O നമുക്ക് അവിടുന്ന് കാണാണ്ടായിട്ടുണ്ട്. അതിന് പകരം പുതിയൊരു ലെറ്റർ ഇവിടെ വന്നു, സി. O പോയിട്ട് സി അവിടെ വന്നു. ഇനി എന്താ ചെയ്തത്? നെക്സ്റ്റ് ഫിഗർ ആയപ്പോ സി മേളിലോട്ട് വന്നു, 4 മൂവ് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു, ബി ഇങ്ങോട്ട് മൂവ് ചെയ്തു, എൽ മേളിലോട്ട് മൂവ് ചെയ്തു, ടി അവിടുന്ന് കാണാണ്ടായി, പുതിയൊരു സൈൻ ഇവിടെ വന്നു, ആരോ. ഇനി അടുത്തതായപ്പോഴത്തേക്കും ആരോ മേളിലോട്ട് പോയി. ഓക്കെ, ഇനി സി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 4 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ബി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, എൽ ഇവിടുന്ന് കാണാണ്ടായി, പുതിയൊരു ലെറ്റർ ഇവിടെ വന്നു, ഡി. അപ്പൊ അടുത്ത ഫിഗർ എങ്ങനെയായിരിക്കും? ഡി മേളിലോട്ട് പോയി, ഈ ആരോ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, സി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, 4 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ബി ഇവിടുന്ന് കാണാണ്ടില്ല, 4 മേളിലോട്ടല്ലേ വന്നത്. അപ്പൊ എങ്ങനെ വന്നു? ഇവിടെ 4 വന്നു, ഇവിടെ സി വന്നു, ഇവിടെ ആരോ വന്നു, ഇവിടെ ഡി വന്നു. എങ്കിൽ താഴെ നമുക്ക് പുതിയൊരു ലെറ്റർ വരണം. അത് ഓപ്ഷൻ പ്രകാരം നോക്കണം. അപ്പൊ ഡി ആരോ സി വരണോ അല്ലെ? ഡി ആരോ സി ഫസ്റ്റ് ഓപ്ഷൻ വരുമോ? ഡി ആരോ ബി ആണ്, ഇവിടെ സി വരണം. അപ്പൊ അത് വരില്ല. ഓപ്ഷൻ ബി ഇല്ല. ഡി ആരോ സി ആണ്, കറക്റ്റ് ആണ്. ഡി ആരോ സി ആണ്. ഇവിടെ 4 വന്നു, ഇവിടെ 8 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. വേറെ ഒരിടത്തും നമുക്ക് ആ നമ്പർ ഒന്നും വരുന്നില്ല. 8 എന്ന നമ്പർ വന്നിട്ടുണ്ട്. ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ സി കൂടെ നോക്കാം. ഡി ആരോ സി ആണ് വരേണ്ടത്. അപ്പൊ ഇതല്ല. ഇവിടെ ഡി 8 ബി എന്നാണ്. ഡി ആരോ സി ആണ്, മേളിൽ 4 ആണ്. ഇവിടെ ബി വീണ്ടും വരുന്നുണ്ട് അല്ലെ? അതായത് ബി വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആണേ ബി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെയല്ല, ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടെ ഉത്തരം വരുന്നത്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ ആണല്ലോ? ബി വരില്ല. ബി ഓൾറെഡി നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന ലെറ്റർ ആയതുകൊണ്ട് അത് എന്തായാലും വരാൻ ചാൻസ് ഇല്ല. പുതിയൊരു ലെറ്റർ അല്ലെങ്കിൽ പുതിയൊരു നമ്പർ അല്ലെങ്കിൽ പുതിയൊരു സിമ്പിൾ വരാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ അത് ഏതാണ്? 8 നമുക്ക് വരാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോൺ വെർബലിനകത്ത്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ PYQസും അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറി ഡീറ്റെയിൽസ് ഒക്കെ വേണം, എൻക്വയറി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചൊന്ന് അന്വേഷിക്കാവുന്നതാണ്. അന്വേഷിച്ച് നിങ്ങൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.